عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. कभी ये नौजवान मुस्लिम तदब्बुर भी किया तूने वो क्या कर दो तो इसका है एक टूटा हुआ तारा तुझे आवाज़ अपने कोई निस्बत हो नहीं सकती कि तू गुफ्तार हो किरदार तू साबित व सैयारा गवा दी हमने जो असल रास से मीरास पाई थी सुरैया से ज़मीन पर आसमाने हम तुझे मारा. അല്ലാഹു തആല നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാന്യരായ ഉസ്താദുമാർ, ഹുദവി ഉസ്താദുമാർ, നമ്മുടെയൊക്കെ പ്രിയങ്കരരും കൂടെ പഠിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഇല്യാസ് ഹുദവി, അതേപോലെ ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ട ബഹുമാനപ്പെട്ട സയ്യിദ് കുമ്പോൾ പതാക ഉയർത്തിയ ചെയർമാൻ സ്വാഗത സംഘം അബ്ദുള്ള മുഖു, സ്വാഗതം ഭാഷണം നടത്തിയ എം അബ്ദുറഹ്മാൻ, അധ്യക്ഷ ഭാഷണം നടത്തിയ ബി ഫസിൽ ഹാജി, അതേപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനെ സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, അല്ലാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയി ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല ദോഷങ്ങളും പ്രവർത്തിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹീതമായ സ്വർഗ്ഗലോകത്ത് അല്ലാഹു തആല നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടം അല്ലാഹു തആല
സ്വർഗീയമാക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കുകയും കാമിലായ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമ്മൾക്കൊക്കെ നൽകുമാറാവട്ടെ. പറയുന്നത് പോലെ ചെയ്യുവാനും കേൾക്കുന്നത് പോലെ ചെയ്യുവാനും അല്ലാഹു തആല നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉറുമി ശാഖയുടെ രണ്ടും പഠിച്ചിട്ടല്ലേ? ഉറുമിയും ശാഖയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ബഹുമാന്യരായ നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിത സൂരികളായ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും സിഎം ഉസ്താദിന്റെയും ഒക്കെ ആണ്ട് നേർച്ചയാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ഖബറും സജീവമാക്കുമാറാവട്ടെ. അവരുടെ വഴി പിൻപറ്റി അതേപോലെ ജീവിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ളവർ, മഹാനായ ശംസുൽ ഉലമയെ പോലെയുള്ളവർ, ഈ അടുത്ത് മരിച്ചുപോയ ബഹുമാന്യരായ പാറന്നൂർ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരായ നേതാക്കളുടെ കീഴിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അഭിമാനിക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ അഭിമാനിക്കേണ്ടത് നമ്മുടെ നേതൃത്വം. അത് സംശുദ്ധമായ കറകളഞ്ഞ നേതൃത്വമാണ്. സമസ്ത അന്ന് മുതൽ ഇന്ന് വരെ സമസ്തയെ മുന്നോട്ട് നയിച്ചത് ആർക്കും പരാതികളില്ലാത്ത, ആർക്കും ഒരു കുറ്റം പറയാനില്ലാത്ത, ആരോപണങ്ങളില്ലാത്ത മഹാന്മാരായ കറകളഞ്ഞ നേതാക്കന്മാർ. മഹാനായ വറക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പതാക മഹാനായ മഹ്ദി ഇമാമിനെ ഏൽപ്പിക്കുമെന്ന് നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബഹുവന്യരായ കോയക്കുട്ടി ഉസ്താദ്, അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ട് മുമ്പിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഒഴിച്ചു വെച്ച ഖബറാണ്. ഇതാണ് സമസ്തയുടെ നേതാക്കൾ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആദ്യമായി കാണുന്നത് ഖബറാണ്. മരിക്കാനുണ്ട് എന്ന ഓർമ്മ നൽകാൻ വേണ്ടി, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ലോകത്തോട് വിട പറയും എന്ന ആ ഒരു പ്രതീക്ഷയോടെ മരണത്തെ കാത്തിരിക്കുകയാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ. മഹാനായ കോയക്കുട്ടി ഉസ്താദ് കാണുമ്പോൾ തന്നെ നമ്മുടെ ഈമാൻ, നമ്മുടെ മനസ്സ് പൂരിച്ചു പോകും. അത്രയും സംശുദ്ധമായ തഖ്വയിൽ അധിഷ്ഠിതമായ വളരെ സുന്ദരമായ ആ മുഖം. അതേപോലെ മഹാനായ ശൈഖുനാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ദർസിൽ ഇരുന്നവരാണ്, പഠിച്ചവരാണ്. എളിമയുടെയും താഴ്മയുടെയും വിനയത്തിന്റെയും പ്രതീകമായി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എനിക്കൊരു ഉറൂസിന് വേണ്ടി ഹാദ്യമായിട്ട് വരാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഞാൻ ഓർക്കപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു. മഹാനായ ശൈഖുനാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ കൂടെ ട്രെയിനിലൂടെ ഞാൻ യാത്ര ചെയ്തു. ഞാൻ കണ്ടത് ട്രെയിനിൽ കോഴിക്കോട് മുതൽ ഇങ്ങ് കാസർഗോഡ് ജില്ല വരെ എന്റെ കയ്യിലുള്ള ബാഗിൽ നിന്നൊരു പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. ദിവസവും ചെല്ലുന്ന ബിരുദുകൾ അത് മഹാനായ ശൈഖുനെ കാണാതെ അറിയാനിട്ടല്ല, എന്നാലും നോക്കിയിട്ട് ചെല്ലുമ്പോൾ അതിന്റെ പ്രതിഫലം കൂടി ലഭിക്കുമല്ലോ എന്നായിരിക്കാം അദ്ദേഹം തന്റെ ബാഗിൽ നിന്ന് പുസ്തകമെടുത്തിട്ട് ദിക്ർ ചെല്ലാണ്. അത് കഴിഞ്ഞത് കൂട്ടുന്നു, അടുത്തൊരു പുസ്തകം എടുക്കുന്നു, ആ ദിക്ർ ചെല്ലുന്നു. അങ്ങനെ കാസർഗോഡിലേക്ക് എത്തുന്നത് വരെ അദ്ദേഹം ദിക്റിലും ഇബാദത്തിലും ഇങ്ങനെ ഒഴുകുന്ന രംഗം. അത് കഴിഞ്ഞു. എന്നിട്ട് ആരിക്കാടി കുമ്പോൽ ഉറൂസിലാണ്. ആ ഉറൂസ് കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജ് മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമിയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അന്ന് റൂമിലെത്തുമ്പോൾ ഏകദേശം 1 മണി കഴിഞ്ഞു. ഞാനും ബഹുമാനപ്പെട്ട ശൈഖുനയും ഒരേ റൂമിലാണ് താമസിച്ചത്. ഞാൻ വിചാരിച്ചു മഹാനായ ശൈഖുനാ ഉസ്താദ് എണീക്കുന്നതിന് മുമ്പ് എങ്കിലും എണീക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ കിടന്നു. ശൈഖുനാ ബെഡിൽ കിടന്നു, ഞാൻ താഴെയും കിടന്നു. എന്നിട്ട് അലാറം വെച്ച് ഞാൻ എണീക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ബാങ്ക് കൊടുക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും ശൈഖുനാ നിസ്കാരത്തിന്റെ മുസല്ലയിൽ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നേതൃത്വം, ഘടകണഞ്ഞ നേതൃത്വം. അല്ലാഹു തആല അവരുടെ പിന്നിൽ അവരുടെയൊക്കെ ചെരുപ്പിനടിയിലുള്ള മണൽത്തരികളുടെ സ്ഥാനം പോലും നമ്മൾക്കില്ല, ഉറപ്പാണ്. അവർ നുകർന്ന ഇൽമിന്റെ ഒരു അംശം പോലും നമ്മൾ നുകർന്നിട്ടില്ല. മഹാനായ ശംസുൽ ഉലമ, മഹാനായ
അവരുടെയൊക്കെ അനുസ്മരണ പ്രഭാഷണം നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ബർക്കത്തിന് വേണ്ടി 2 വാക്ക് പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വിഷയം വളരെ കാലിക പ്രസക്തമായ വിഷയമാണ്. വാട്സപ്പും യുവതലമുറയും. വാട്സപ്പും യുവതലമുറയും എന്നൊക്കെ പറയുമ്പോ കുറച്ച് കാലം മുമ്പൊക്കെ ഒരാൾ പറയുമ്പോ നമ്മുടെ വയസ്സന്മാർക്കൊക്കെ തിരിയൂല എന്ന് നമ്മൾക്ക് വിചാരിക്കാമായിരുന്നു. എന്ത് ബുക്കുപ്പായി ഫേസ്ബുക്ക് എന്നൊക്കെ ചോദിച്ചാലുണ്ട്. വാട്സപ്പ് എന്തായി, വാട്സപ്പ് എന്താണ് ഈ ഫേസ്ബുക്ക് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷേ പത്രങ്ങളിലൂടെ അതിന്റെ കോളങ്ങളിലൂടെ നമ്മൾ വായിക്കുന്ന ചില വാർത്തകൾ നമ്മൾക്ക് തെളിയിച്ചു തരുന്നത് വയസ്സന്മാർക്കും ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ തിരിയും എന്നാണ്. അതുകൊണ്ട് ആർക്കും ബോറടിക്കേണ്ട ആവശ്യമില്ല. ചെറുപ്പക്കാരോട് മാത്രമല്ല, ചെറുപ്പക്കാരികളോട് മാത്രമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന വയോധികരായ രക്ഷിതാക്കളോട്, ഉമ്മ പെങ്ങന്മാരോടൊക്കെ പറയാനുള്ളത് വാട്സപ്പ് ഉപയോഗിക്കൽ തെറ്റാണെന്ന് ഒരിക്കലും ഇസ്ലാം പറയുന്നില്ല. ഒരിക്കലും പറയുന്നില്ല. ഫേസ്ബുക്ക് ഉപയോഗിക്കൽ തെറ്റാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇന്റർനെറ്റിന്റെ ഉപയോഗം അത് തെറ്റാണെന്ന് ഇസ്ലാം പറയില്ല. ഇസ്ലാം പറയുന്നത് അഫലാ തതദബ്ബറൂൻ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ, നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടല്ലോ, ആലോചിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. പരിശുദ്ധമായ ഇസ്ലാം നമ്മോട് ഒരിക്കലും ഇസ്ലാം ഒരു മനുഷ്യനെയും സ്വാതന്ത്ര്യത്തിന്റെ മേഖലകളിൽ നിന്ന് തടഞ്ഞു വെച്ചിട്ടില്ല. പുരോഗതിയുടെ കവാടങ്ങൾ അടച്ചു വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും എത്രത്തോളം ഉന്നതങ്ങളിലേക്ക് പറന്നുയരാൻ സാധിക്കുമെങ്കിലും ഇസ്ലാം തയ്യാറാണ്. ഒരാളെയും തടഞ്ഞു വെച്ചിട്ടില്ല. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ട മേഖലകൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇസ്ലാമിൽ ഉപകരിക്കുന്ന രീതിയിൽ, മതത്തിൽ അധിഷ്ഠിതമായ ചിട്ടയോടെ, തെറ്റുകളില്ലാതെ, തിന്മകൾ കടന്നു വരാതെ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ, സ്വഹാബാക്കൾ നമ്മളോട് പറഞ്ഞു തന്നതുപോലെ എങ്ങനെ നമ്മൾക്ക് ഈ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം, അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ ആദ്യമായി പറഞ്ഞത്, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഒരിക്കലും തിരിയില്ലെന്ന് പറയാൻ കഴിയില്ല. ഏകദേശം 1 വർഷം മുമ്പ് നമ്മൾ പത്രത്തിന്റെ കോളങ്ങളിൽ വായിച്ച ഒരു ന്യൂസ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ടുതരികയാണ്. എന്നിട്ട് നമ്മൾക്ക് ആലോചിക്കാം ഇതവർക്ക് തിരിയോ ഇല്ലേ എന്ന്. എറണാകുളത്തുള്ള ഒരു പെണ്ണ് വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരു പുരുഷനോട് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. എറണാകുളത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പെൺകുട്ടി വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പെണ്ണിന്റെ പഠനത്തിന് തടസ്സം സംഭവിച്ചു. പെണ്ണിന്റെ പഠന പുരോഗതിയിൽ വിഘ്നം സംഭവിച്ചു. അങ്ങനെ പെണ്ണ് ഈ ഞാൻ ചാറ്റ് ചെയ്യുന്ന ആ പുരുഷനോട് കാണണമെന്ന് അതിയായ മോഹം തോന്നി. അങ്ങനെ പുരുഷനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളെ ഒന്ന് കാണാതെ എന്റെ പഠനത്തിന് പുരോഗതി ഉണ്ടാവില്ല, എനിക്ക് കോൺസെൻട്രേഷൻ ലഭിക്കില്ല, അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണണം. മുസ്ലിമായ പെൺകുട്ടി എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി ഇങ്ങ് കണ്ണൂരിൽ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. ആ എന്തിനു വേണ്ടി? ഉപ്പയറിയാതെ, ഉമ്മയറിയാതെ, സഹോദരങ്ങളറിയാതെ തന്റെ കാമുകൻ ഫേസ്ബുക്കിലൂടെ 1 വർഷമായി ചാറ്റ് ചെയ്യുന്ന തന്റെ കാമുകനെ കാണാൻ വേണ്ടിയിട്ട് ആരാലും അറിയാതെ ട്രെയിനിൽ കയറിയിട്ട് സുബഹിക്ക് പ്രഭാതത്തിൽ കണ്ണൂരിലേക്ക് ഇറങ്ങി. കണ്ണൂരിൽ ഒരു പെൺകുട്ടിയെ അനാഥയായിട്ട് കണ്ടപ്പോ അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ പോലീസുകാർക്ക് വിവരം അറിയിച്ചു. പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടി അലക്ഷ്യമായി നടക്കുന്നുണ്ട്. ഉടനെ പോലീസുകാരെ വന്നുകൊണ്ട്
കാലമുണ്ടായിരുന്നു, അതൊക്കെ എടുത്തുപോയി. അല്ലേ? നാണമായിരുന്നു പെണ്ണിനെ. നിനക്ക് ഉപ്പയും ഉമ്മയും കൂടി ആലോചിക്കുന്ന ഒരു പുതിയ ഒരു ഭർത്താവിനെ കാണിച്ചിട്ട് മകളോട് ചോദിക്കും, മോളെ ഇത് നിനക്ക് പറ്റുമോ എന്ന് നാണിച്ച് തല താഴ്ത്തിയിരുന്ന കാലം അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഉപ്പയും ഉമ്മയും തീരുമാനിക്കുന്ന ഭർത്താവ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉപ്പയുടെ മുഖം നോക്കിയിട്ട് ഉമ്മയുടെ മുഖം നോക്കിയിട്ട് ഉപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെടുന്നവരല്ലേ? അങ്ങനെയല്ലേ ഇന്ന് നാണം എടുത്തു മാറ്റപ്പെട്ടു. നിനക്ക് നാണമില്ലേ? നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോ. നാണമില്ലെങ്കിൽ ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയത് പോലെ ജീവിച്ചോ എന്ന മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നിങ്ങൾക്ക് നൽകിയ ഉപദേശമില്ലേ ഇത്? അങ്ങനെ പെൺകുട്ടി പോലീസുകാരനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരാളെ സ്നേഹിക്കുകയാ, ഒരാളെ ഞാൻ ഇഷ്ടപ്പെട്ടു, അയാളെ കാണാതെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആരാണെന്ന് ചോദിച്ചു നമ്പർ കൊടുത്തു. പോലീസുകാരൻ ആ നമ്പർ കൊടുത്ത പുരുഷനെ വിളിക്കുകയും എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കാത്ത് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണം. പെൺകുട്ടിന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അയാൾ വരില്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് അയാൾ പോലീസിന്റെ വിളിയൊക്കെ കേട്ടപ്പോ ഉടനെ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസുകാരെന്തോ ചർച്ചയിലായി. പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ച ആള് ഞാനാണ്, ആരാണ് എന്നെ കാത്തിരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഇത് കാണേണ്ട താമസം ആ പെൺകുട്ടി ബോധം കെട്ട് വീണു. 58-കാരനായ വന്യവയോധികനാണ് ഈ പെണ്ണിനെ കാണാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും വയസ്സന്മാർക്ക് തിരിയൂല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. 68 വയസ്സുള്ള വയസ്സൻ എറണാകുളത്തുള്ള എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പെണ്ണിനെ പ്രണയിച്ചു ഫേസ്ബുക്കിലൂടെ, വാട്സപ്പിലൂടെ. പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും ഇവർക്ക് തിരിയില്ലായിരുന്നു? പറ്റുമോ? അതുകൊണ്ട് എല്ലാവർക്കും തിരിയുന്ന, ആർക്കും തിരിയാതിരിക്കില്ല, എല്ലാവർക്കും തിരിയുന്ന വിഷയമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത്, ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് വഴി കാണിച്ചു തന്നത്. ആ രീതിയിലൂടെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കത്തി, ആ കത്തി കൊണ്ട് നമ്മൾക്ക് പാചകം ചെയ്യാൻ, തക്കാളി പൊരിക്കാൻ, മത്സ്യം പൊരിക്കാൻ സാധിക്കുമെങ്കിൽ അതേ കത്തിക്കൊണ്ട് അടിയിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ തലവെട്ടാനും സാധിക്കില്ലേ? അപ്പോൾ ആ കത്തിയെ ഒഴിവാക്കലാണോ ഉത്തമം? നമ്മൾ വീട്ടിലുള്ള ക്ലാസുകൾ കൊണ്ട് കള്ള് കുടിക്കാനും സാധിക്കും, അതേപോലെ കട്ടൻ ചായ കുടിക്കാനും സാധിക്കും. എന്നിട്ട് കള്ള് കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ആ ക്ലാസ്സിനെ നമ്മൾ ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? അല്ല, ഈ കള്ളിനെ ഒഴിവാക്കുകയാണോ ചെയ്യേണ്ടത്? വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. അല്ലാഹുവിന്റെ വഴിയിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വളരെ തന്ത്രപരമായിട്ട് ക്ഷണിക്കണം. വളരെ ഐഡിയയോടെ അവിടെയുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട്, വളരെ നല്ല രീതിയിൽ ഐഡിയ കൊണ്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ക്ഷണിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് കാണുന്ന ഈ വാട്സപ്പ്, ഇന്ന് കാണുന്ന ഈ ഫേസ്ബുക്കുകൾ കൊണ്ട് ഇസ്ലാമിനെ വളർത്താൻ സാധിക്കുമോ? പറ്റുമോ? ഇല്ലയെന്നല്ലേ? ഇസ്ലാമിനെ വളർത്താൻ ഏറ്റവും ഉപയോഗമായ, ഏറ്റവും ഉപകരിക്കുന്ന മീഡിയ അത് സോഷ്യൽ മീഡിയകളാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോ ചില അധ്യാപകർക്ക് കോൾ വന്നു, ഇന്ന് സ്കൂളുണ്ടോ? ഇല്ലേ? ഇന്നലെ പ്രശ്നമായിരുന്നു. ആ പ്രശ്നമാകുമ്പോ വാട്സപ്പിൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികളായിരിക്കും, ഇന്ന് ഹർത്താലാണ്, സ്കൂളിലാണ് വിട്ടു. ചെറുപ്പക്കാരൊക്കെ വായിച്ചിട്ട് അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ ഞാനും ഇന്ന് ഹർത്താലാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങി, കൂടുതൽ ഉറങ്ങി. ഹർത്താലാന്ന് കരുതി രാത്രിയൊക്കെ ഫുള്ള് ന്യൂസ് ആയിരുന്നു ഹർത്താലായിരിക്കുമെന്ന്. അങ്ങനെ അധ്യാപകർക്ക് വിളിക്കാൻ തുടങ്ങി. ഇത് കണ്ടു, എന്ത് ഫേക്ക് ന്യൂസ് കണ്ടാലും നമ്മൾ വിശ്വസിക്കുകയാണ്. എന്ത് കണ്ടാലും ഇത് സത്യമാണോ, ഇത് കളവാണോ എന്ന് ആലോചിക്കാതെ ഫേസ്ബുക്കിന്റെയും വാട്സപ്പിന്റെയും അഡിക്റ്റായി മാറുകയാണോ നമ്മളെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരുന്നു. പരിശുദ്ധമായ ഖുർആൻ
കാലത്ത് ജീവിച്ച ആളാണല്ലോ മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് ധനം ലഭിക്കാൻ വേണ്ടി, ഐശ്വര്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലാഹു തആല അച്ഛമില്ലാത്ത അനന്തമായ സമ്പത്ത് നൽകുകയും ചെയ്തില്ലേ. സമ്പത്തെന്ന് കൊണ്ടുകൂടാൻ തുടങ്ങിയപ്പോ, സമ്പത്തെന്ന് കൊണ്ടുകൂടാൻ തുടങ്ങിയപ്പോ അദ്ദേഹം അഹങ്കാരിയാവുകയും ധിക്കാരിയാവുകയും മഹാനായ മൂസാ നബി അലൈഹിസ്സലാം സകാത്തിന്റെ പണം ചോദിച്ചപ്പോ കൊടുക്കാതെ ആക്ഷേപിച്ചു വിടുകയും ചെയ്തില്ലേ. അങ്ങനെ ഹാറൂനെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഹാറൂനിന്റെ ഖജാനയുടെ താക്കോല് ചുമക്കാൻ തന്നെ 40 കുതിരകൾ, 40 കുതിരകൾ, നല്ല ശക്തിയുള്ള, കഴിവുള്ള, പവറുള്ള 40 കുതിരകൾക്ക് ചുമക്കാനുള്ള താക്കോൽ തന്നെ ഹാറൂനിന്റെ കൈകളിലുണ്ടായിരുന്നു. അത്രയും വലിയ സമ്പന്നനായ ഹാറൂൻ അഹങ്കരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ലോകത്തിന്റെ ആ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെയുള്ള ജനങ്ങളൊക്കെ ആഗ്രഹിച്ചു പോയി. ഹാറൂനിന് ലഭിച്ചതുപോലെ നമ്മൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് പറയുകയാണ് സൗകര്യങ്ങൾ കൊണ്ട്, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക, അല്ലാഹു പറയുന്ന രീതിയിൽ ജീവിക്കുക. എന്നിട്ട് പറഞ്ഞു അല്ലാഹു തആല നൽകിയ ഈ ദുനിയാവിൽ അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളെ മറന്നു പോകരുത്. അല്ലാഹു നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വാട്സപ്പും, നമ്മുടെ ഫേസ്ബുക്കും, നമ്മുടെ ഇന്റർനെറ്റും ടിവിയും ഒക്കെ അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നു പോകരുത്. വലാ തൻസ നസീബക മിനദ് ദുനിയാ. നിനക്ക് ലഭിച്ച അല്ലാഹുവിന്റെ അനുഗ്രഹം നീ മറന്നു പോകരുത്. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹുവിന്റെ നിഅമത്തുകൾ, അല്ലാഹുവിന്റെ സൗകര്യങ്ങൾ മറന്നു പോകരുത്. അഹങ്കരിക്കേണ്ട, അഹങ്കാരം വേണ്ട. ഹാറൂൻ അല്ലാഹു പറഞ്ഞതുപോലെ, അല്ലാഹു പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നു. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഹാറൂനെ അല്ലാഹു തആല നിനക്ക് നന്മ നൽകിയതുപോലെ, അല്ലാഹു തആല സൗകര്യങ്ങൾ നൽകിയതുപോലെ ജീവിക്കുന്നു. ഹാറൂൻ വലാ ഭൂമിയിൽ ഫിത്നയെ ആഗ്രഹിക്കരുത്. ദുനിയാവിലൊരിക്കലും ഫിത്നയെയോ ഫസാദിനെയോ ദുശ്ചെയ്തികളെയോ തിന്മകളെയോ ആഗ്രഹിക്കരുത്. നീ ഒന്നുമല്ലാതെ ദരിദ്രനായിട്ട് ഒരു നേരത്തെ അപ്പകസ്വത്തിന് വേണ്ടി യാചിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നില്ല. അല്ലാഹുവല്ലേ നിനക്ക് അനുഗ്രഹം നൽകിയത്, അല്ലാഹുവല്ലേ നിനക്ക് നിഅമത്തുകൾ നൽകിയത്. എന്നിട്ട് അല്ലാഹു നൽകിയ നിഅമത്തിനെ മറക്കുകയാണോ? അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ നീ ചോദ്യം ചെയ്യുകയാണോ? ഭൂമിയിൽ ഫിത്നയെ ആഗ്രഹിക്കരുത്. ദുനിയാവിൽ ഫിത്ന ചെയ്യുന്നവർ, ദുനിയാവിൽ ഫിത്നയെ ആഗ്രഹിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടില്ലല്ലോ. അല്ലാഹു ഒരിക്കലും അവരെ തൃപ്തിപ്പെടില്ലല്ലോ. അതുകൊണ്ട് ഹാറൂൻ അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നിട്ട് അഹങ്കരിക്കല്ല. എന്തായിരുന്നു നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്? അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ. അതൊക്കെ ഹറാമാണ്, അത് പാടില്ലെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഏത് കാര്യങ്ങൾക്കും ബാഡ് എഫക്റ്റും സൈഡ് എഫക്റ്റും, അതിന് എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ നല്ല വശമുണ്ട്, അതിന്റെ തിന്മയായ തെറ്റായ വശവുമുണ്ട്. നമ്മൾ എടുക്കേണ്ടത് നല്ല വശമാണ്, നമ്മൾ സ്വീകരിക്കേണ്ടതിന്റെ നല്ല വശമാണ്. അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇന്ന് മുതൽ നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഇന്റർനെറ്റിനെ കുറിച്ച് പ്രവചിക്കുന്ന ഹദീസുകൾ, അതേപോലെ വാട്സപ്പിനെ കുറിച്ച്
ഫേസ്ബുക്കിനെ കുറിച്ച്, ഇമെയിലിനെ കുറിച്ച്, അതേപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇഷ്ടംപോലെ ഒരുപടി ഹദീസുകളുണ്ട്.